വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പം നല്ല മുടിഞ്ഞ ചൂടാണ്. ചെടികൾക്കൊക്കെ നല്ല നന കൊടുക്കണം, എന്നാലേ അവയ്ക്ക് ഉഷാറായിട്ട് വളരുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ചെടി നനയെന്ന് പറയുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല. അങ്ങനെ താങ്ങി തൂങ്ങിയിരുന്നിട്ട് വൈകുന്നേരത്ത് ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങി. ഈ ചെടി നനയ്ക്കുന്നത് അത്ര ഇഷ്ടമില്ലെങ്കിലും വിളവെടുപ്പ് എന്ന് പറയുന്നത് അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഈ വഴുതനച്ചെടി. ഒരു 5-6 തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വീട് പണി നടക്കുന്ന സമയത്താണ് ഞാനിതുകൊണ്ട് മണ്ണിൽ നട്ടുവെച്ചത്. ബാക്കിയെല്ലാം നശിച്ചു പോയിട്ടും ഇത് മാത്രം കരുത്തോടെ വളർന്നു. ആവശ്യത്തിന് ചാണകപ്പൊടിയും വെള്ളവും കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിന് കായ്കൾ കിട്ടും. പിന്നെ കുറച്ച് ദിവസം മുമ്പ് സൂര്യകാന്തിയുടെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുറ്റത്ത് കുഴിച്ചിട്ടു. ഇപ്പം അത്യാവശ്യം വളർന്നിട്ടുണ്ട്, മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ സൂര്യകാന്തി പൂത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും പൂവെന്ന് കാണാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പൂവ് വിരിഞ്ഞ് വരാനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പയർ ചെടിയിലൊക്കെ അത്യാവശ്യം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കായൊക്കെ വന്ന് തുടങ്ങി. ഈ ചെടികളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഞങ്ങളുടെ മുറ്റത്ത് വലിയ സ്ഥലമൊന്നുമില്ല, എങ്കിലും ഉള്ള സ്ഥലത്ത് ചെറിയൊരു പച്ചപ്പ് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. വീടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് കോവല് വള്ളി പടർത്തി വിട്ടിട്ടുണ്ട്. അത് പകുതിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ അന്നാൾ നട്ട തക്കാളി തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിത്ത് മുളച്ച് ഈ പരുവമായി. ഇനി ഇളക്കി നടാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുഴിപ്പള്ളത്ത് പോയപ്പോൾ ഒരു ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കുറേ നാളായി, ഏകദേശം ഒരു 6-7 മാസത്തിലധികമായിട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പോൾ അത് മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതും പൂ വിരിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ്.